രക്തസാക്ഷികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി സ്നേഹവും കാരുണ്യവും സഹവർത്തിത്വവും ഒക്കെ ലോകത്ത് നിലനിൽക്കുന്നതിന് വേണ്ടി സുവിശേഷങ്ങളിൽ ക്രിസ്തുനാഥൻ പറഞ്ഞ പ്രബോധനങ്ങൾ ഈ ലോകത്തിൽ പാലിക്കപ്പെടുന്നതിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ്. കത്തോലിക്ക സഭയാണ് ആദ്യമായി രക്തസാക്ഷി എന്ന പദം ഉപയോഗിച്ചത്. മഹത്തായ ജീവിത മൂല്യങ്ങളുടെ ഉടമകളാണ് രക്തസാക്ഷികൾ. മഹാവിശുദ്ധരാണ് രക്തസാക്ഷികൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ദൈവം തമ്പുരാൻ ഈശോ മിശിഹ പറയുന്നത് പോലെ ദൈവത്തെ പ്രതി സ്വന്തം ജീവൻ പുറമവൽക്കരിച്ചവരാണ്. അതുകൊണ്ട് ഈശോനാഥൻ പറഞ്ഞു, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവരെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ഇന്ന് ഈ എടപ്പാടി ജംഗ്ഷനിൽ നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുമ്പോൾ ജോർദാൻ നദിയുടെ തീരത്ത് യൂദയാദേശത്ത് അവിടെ തിങ്ങിക്കൂടിയിരുന്ന ജനങ്ങളോട് ഈശോ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ തിരുവചനം നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ എടപ്പാടിയുടെ ആകാശത്ത് പ്രതിധ്വനിയായി മുഴങ്ങിയിട്ടുണ്ട്. അവിടെ ശിഷ്യപ്രമുഖനായ പത്രോസ്ലീഹ ഈശോയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിന് തൊട്ടു മുമ്പ് ധനികനായ ഒരു യുവാവ് ഈശോയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഗുരു, ഞാൻ നിന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈശോ പറഞ്ഞു, സർവ്വതും പരിത്യജിച്ച് ദരിദ്രർക്ക് ദാനം ചെയ്തിട്ട് നീ എന്നെ അനുഗമിക്കുക. അപ്പോൾ ഒരുപാട് സമ്പത്തുണ്ടായിരുന്ന യുവാവ് ദുഃഖചിത്തമായ മനസ്സോടുകൂടെ, ദുഃഖഭരിതമായ മനസ്സോടുകൂടെ അന്തരീക്ഷത്തിൽ നിന്ന് പോകുമ്പോഴാണ് ശിഷ്യപ്രമുഖനായ പത്രോസ്ലീഹ ചോദിക്കുന്നത്, ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു, ഞങ്ങൾക്കെന്ത് ലഭിക്കും? അപ്പോൾ ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, എന്നെ പ്രതി മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ ഭവനങ്ങളെയോ സ്വന്തം ജീവനെ തന്നെയോ ത്യജിക്കുന്നവന് ഈ ലോകത്തിൽ വെച്ച് തന്നെ പ്രതിഫലമുണ്ടാകും, വരാനിരിക്കുന്ന ലോകത്തിൽ നിത്യജീവനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ തെരുവോരങ്ങളിലൂടെ നമ്മുടെ ശിരസിന്റെ മുകളിൽ രണ്ട് മഹാരക്തസാക്ഷികളുടെ തിരുസ്വരൂപങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രദക്ഷിണമായി നീങ്ങുകയോ ഈശോ പറഞ്ഞ വാക്കുകൾ, ഈശോ പറഞ്ഞ തിരുവചനം അക്ഷരാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിലവേറുകയാണ്. എന്നെ പ്രതി സ്വന്തം ജീവൻ ത്യജിക്കുന്നവന് ഈ ലോകത്തിൽ വെച്ച് തന്നെ അനേക മടങ്ങ് നേടും, വരാനിരിക്കുന്ന ലോകത്തിൽ നിത്യജീവനും വിശുദ്ധ യോസെഫാനോസും വിശുദ്ധ സെബസ്ത്യാനോസും ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആദിമസഭയുടെ ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയാണ് വിശുദ്ധ യോസെഫാനോസ്. അവിടെ ആ സമയത്ത് ആദിമസഭയിൽ ഒരു തർക്കമുണ്ടായി. ഗ്രീക്കുകാര് ചെന്ന് സ്ത്രീയന്മാരോട് പറഞ്ഞു, അനുദിനമുള്ള സഹായ വിതരണത്തിൽ ഞങ്ങളുടെ വരികൾ അവഗണിക്കപ്പെടുകയാണ്. അത് സഭയുടെ, ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു അവഗണനയില്ല. ആദിമസഭയുടെ ചരിത്രം എന്ന് പറയുന്നത് മനോഹരമായ സ്വർഗതുല്യമായ ഭൂമിയിലെ സ്വർഗമായിട്ടുള്ള ജീവിതമാണ്. അതാണ് ഈ അടുത്തിടയ്ക്ക് ക്രിസ്മസ് നാളുകള് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കാൻ ക്രൈസ്തവ മേലധ്യക്ഷന്മാർ പോയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ക്രൈസ്തവ മിഷണറിമാരാണ് ഭാരതത്തിന്റെ വികാസത്തിന് ആദ്യമായിട്ട് അടിസ്ഥാനമിട്ടത്. അവരാണ് ഇവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടങ്ങി ഇന്ത്യയെ, ഭാരതത്തെ ആധുനികതയിലേക്ക് കൈപിടിച്ച് നടത്തിയത്. അതാണ് ശശി തരൂർ പറഞ്ഞത്. ആതുര സേവനം എന്ന് പറഞ്ഞത് മലയാളിക്ക് അറിയത്തില്ലായിരുന്നു. മലയാളിയുടെ സംസ്കാരത്തെ സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ച ഈ നാടിന് ദൈവത്തിന്റെ സ്വന്തം നാടാക്കിയത് ക്രിസ്തുവിന്റെ സുവിശേഷവുമായിട്ട് ഇവിടെ വന്ന ക്രൈസ്തവ മിഷണറിമാരാണ്. അവർ ഉച്ചനീചത്വങ്ങളെ ഒഴിവാക്കി, അവരെ വിദ്വേഷങ്ങൾ ഒഴിവാക്കി, ശത്രുത ഒഴിവാക്കി, അവരിവിടെ പണക്കാരനെയും പാവപ്പെട്ടവരെ ഒരുമിച്ചിരുത്തി ജന്മിയെയും കുടിയാനെയും ഒരേ ബെഞ്ചിലിരുത്തി പഠിപ്പിച്ച് ഈ നാടിന്റെ ഉച്ചനീചത്വങ്ങളുടെ, ഈ നാടിന്റെ അധമ സംസ്കാരത്തെ അവര് മാറ്റിയെടുത്ത് ഈ കഴിഞ്ഞിടയ്ക്കാണ് നമ്മൾ ചാവറയച്ചന്റെ തിരുനാൾ ആഘോഷിച്ചത്. കേരളത്തിലെ ആദ്യത്തെ കേരളീയനായ നവോത്ഥാനനായും ഈ ചാവറയച്ചനായിരുന്നു. നമ്മളറിയുന്നു, മഹാനായ മഹത്തരമായ വ്യക്തിത്വമുള്ള ശ്രീനാരായണ ഗുരുവും
ചട്ടമ്പി സ്വാമികളുമൊക്കെ സ്വാമി വിവേകാനന്ദൻ ഇവിടെ സ്കൂള് പള്ളിയോടൊപ്പം പള്ളിക്കൂടം സ്ഥാപിക്കുമ്പോൾ അവർക്ക് 7 വയസ്സും 9 വയസ്സും മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മഹത്തായ രീതിയിൽ ക്രൈസ്തവ മൂല്യങ്ങളാൽ ഈ ലോകം, ഈ നാട് മാറ്റപ്പെട്ടതിന്റെ ഓർമ്മ കൂടെ ഈ രക്തസാക്ഷികളുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഈ രക്തസാക്ഷികൾ അവരുടെ ജീവൻ സമർപ്പിച്ചത് ഉച്ചനീചത്വമില്ലാത്ത, അടിമകളില്ലാത്ത, സാഹോദര്യ തുല്യമായ ദൈവത്തിന്റെ സ്വന്തം നാട് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ്. ക്രിസ്തുനാഥൻ പറഞ്ഞ ഭൂമിയിലെ സ്വർഗരാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് വിശുദ്ധർ ലോകത്തിൽ ദൈവരാജ്യം സ്ഥാപിച്ചവരാണ്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. AD 252 ഡയോക്ലീഷ്യൻ എന്ന് പറയുന്ന കിരാതനായ സ്വച്ഛാധിപതി ക്രൈസ്തവരെ ഈ ലോകത്തിൽ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി റോം അടിസ്ഥാനമാക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകങ്ങളുടെ ഏറ്റവും വലിയ അത്ഭുതം അതാണ് കേട്ടോ. ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്ന്, കിരാതന്മാരായിട്ടുള്ള ചക്രവർത്തിമാര് ക്രൈസ്തവ മതത്തെ ഈ ലോകത്തിൽ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഏത് സ്ഥലം ആസ്ഥാനമായി വാണരുന്നിയോ ആ സ്ഥലം തന്നെ കയ്യിൽ ഒരു ആയുധം പോലും എടുക്കാതിരുന്ന ക്രൈസ്തവരുടെ തലസ്ഥാനമായി മാറി റോം. അത് ഈ ലോകം കണ്ട മഹത്തായ ദൈവവിശ്വാസത്തിന്റെ ധാർമ്മികതയുടെ ഏറ്റവും വലിയ അത്ഭുതവും ഏറ്റവും വലിയ ചരിത്രവുമാണെന്ന് നമ്മൾ ഓർക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. 10 മിനിറ്റ് നേരത്തെ സന്ദേശം മതി എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിച്ചൻ പറഞ്ഞതുകൊണ്ട് ആ സമയത്തോട് അടുക്കുന്നതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ തിരുനാൾ ദിനത്തിൽ നമ്മുടെ മുമ്പിലുള്ള പ്രായോഗികമായിട്ടുള്ള ചോദ്യങ്ങൾ ഇതാണ്. ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ സെബസ്ത്യാനോസിനോടുള്ള ചോദ്യം ഇതാണ്. സെബസ്ത്യാനോസിന് മുമ്പിലുള്ള ചോദ്യം ഇതാണ്. ഡയക്ലീഷ്യന്റെ പ്രിയപ്പെട്ട സർവ്വസൈന്യാധിപനായിരുന്നു, പ്രെറ്റോറിയൻ സഹസ്രാധിപനായിരുന്നു. പ്രെറ്റോറിയൻ എന്ന് പറയുന്ന പദവി ലഭിച്ചതാണ്. പിന്നീട് നമ്മൾ കാണുന്നു അതിന് മുമ്പത്തെ കാലഘട്ടത്തിലൊക്കെ റോമിന്റെ സർവ്വസൈന്യാധിപന്മാരായവര്, റോമിന്റെ ചക്രവർത്തിമാരായിട്ടുള്ള മഹാരായ ജൂലിയസ് സീസറും മഹാരായ അഗസ്റ്റസ് സീസറും ഒക്കെ പ്രെറ്റോറിയന്മാരായിരുന്നു. ഒരുപക്ഷെ റോമിന്റെ വലിയ സർവ്വസൈന്യാധിപനും അധികാരിയുമായിരുന്ന ചെറുപ്പക്കാരൻ സെബസ്ത്യാനോസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സുന്ദരൻ എന്നാണ്. സുന്ദരൻ എന്ന് പറഞ്ഞാൽ ശാരീരികമായ സൗന്ദര്യം മാത്രമല്ല, അത് ആന്തരികമായ സൗന്ദര്യം കൂടിയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ പറയുന്ന പോലെ മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തിയെ കണ്ട് നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ സൽപ്രവൃത്തികളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കും. പാവങ്ങളെ സഹായിച്ച് ജയിലിൽ കഴിയുന്നവരെ സാന്ത്വനപ്പെടുത്തി ദുഃഖങ്ങൾ അകറ്റുന്ന മനോഹരമായ മാനവ സേവനം ചെയ്ത അതിധീരനായ സൈന്യാധിപനായിരുന്നു വിശുദ്ധ സെബസ്ത്യാനോസിനെ ഡയക്ലീഷ്യന് ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ഡയക്ലീഷ്യൻ ക്രിസ്തുമത വിശ്വാസിയാണെന്ന് അറിഞ്ഞിട്ടും ഏതെങ്കിലും സമയത്ത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചരിത്രം കാണുന്നത്, പതുക്കെ പതുക്കെ അമ്പെയ്തിട്ട് ഏതെങ്കിലും സമയത്ത് വേദന രൂക്ഷമാകുമ്പോൾ ഞാനിതാ അങ്ങേ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് തിരിച്ചു വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വധത്തിന്റെ ചരിത്രം ഉൾപ്പെടുത്തിയത്. അപ്പോൾ ആ സമയത്ത് ഈശോയുടെ പ്രബോധനങ്ങളാണ് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ശിരസിന് മുകളിൽ അവതരിച്ചു നിൽക്കുന്നത്. അവിടെ നിന്ന് വിശുദ്ധ സെബസ്ത്യാനോസ് ചിന്തിക്കുന്നതാണ് വലുത്, രാജാവോ അതോ ദൈവമോ? എന്താണ് ഞാൻ തെരഞ്ഞെടുക്കേണ്ടത്? നന്മയോ അതോ തിന്മയോ? ഞാൻ ആർക്കു വേണ്ടിയാണ് എന്റെ ജീവിതം സമർപ്പിക്കേണ്ടത്? എനിക്ക് വേണ്ടിയോ എന്റെ ചുറ്റുമുള്ള സഹോദരങ്ങൾക്ക് വേണ്ടിയോ? പ്രിയപ്പെട്ടവരെ, അവിടെ നിന്നുകൊണ്ട് സെബസ്ത്യാനോസ്, വിശുദ്ധ സ്തെഫാനോസ് ഈ രക്തസാക്ഷികളെല്ലാം തീരുമാനിക്കുകയാണ്. ചുറ്റുമുള്ള മനുഷ്യരുടെ ഉന്നമനത്തിനായി സാഹോദര്യ തുല്യമുള്ള മനസ്സുള്ളവരായി ജീവിക്കുന്നതിന്, കാരുണ്യമുള്ള മനസ്സുള്ളവരായിട്ട് മനുഷ്യർ ജീവിക്കുന്നതിന്, സ്നേഹഭരിതമായ മനസ്സോടെ ജീവിക്കുന്നതിന് വേണ്ടി ഞങ്ങള് ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി സ്വന്തം ജീവൻ സമർപ്പിക്കുന്നു. 2018 എന്ന സിനിമയിൽ ഈ മനോഹരമായ ക്രൈസ്തവ ചരിത്രത്തെ സാക്ഷ്യപ്പെടുത്തിയുണ്ട്. മാത്തച്ഛൻ എന്ന് പറയുന്ന കഥാപാത്രം എന്ന് അച്ഛന്റെ അടുത്ത് എന്ന് പറയുന്നുണ്ട്. കേരളം പ്രളയത്തിൽ മുങ്ങിത്താഴുന്ന സമയത്ത് എന്ന് പറയുന്നുണ്ട്. അച്ഛാ, ഞങ്ങള് കടലല്ലേ, വെള്ളമല്ലേ, നമ്മൾക്ക് പരിചയമല്ലേ, സ്വന്തം ബോട്ടുകളുമായിട്ട് വന്നിട്ട് അവസാനം മാത്തച്ഛൻ എന്ന് പറയുന്ന ആ കഥാപാത്രം ഒരു സ്കൂള് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ
ആ മതിലിടിഞ്ഞ് വീണ് മരിക്കുന്ന ആ മഹത്തായ കേരളം എന്ന ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ചരിത്രം സൃഷ്ടിച്ച 2018 സിനിമയുടെ അടിസ്ഥാന മൂല്യത്തിലും ഈ ക്രൈസ്തവ തത്വങ്ങളുണ്ട്, ഈ രക്തസാക്ഷികളുടെ ചരിത്രമുണ്ടെന്ന് നമ്മളെ പ്രിയപ്പെട്ടവരെ മറക്കരുത്. നമ്മുടെ സമൂഹം പക്ഷേ ഇപ്പോൾ ഈ തരത്തിലുള്ള ത്യാഗത്തിന്റെ സംസ്കാരം മറന്നു പോകുന്നു, സ്വന്തം കാര്യങ്ങളിലേക്ക് നിമഗ്നരായി പോകുന്നു. ഇവിടെ സെക്സ്, ഡ്രഗ്സ്, വയലൻസ് ഇതെല്ലാം കൊടികുത്തി വാഴുകയാണ്. എത്രയോ സിനിമകൾ വയലൻസ് നിറച്ച സിനിമകളായി വരുന്നു. ഈ കഴിഞ്ഞിടയ്ക്ക് മദ്രാസ് ഹൈക്കോടതി ഒരു മനുഷ്യനൊരു പരാതി കൊടുത്തില്ല, ഒരു സിനിമ ഇത് ടിവിയിൽ വരരുത്, എന്റെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടായി, തുടർച്ചയായ വയലൻസ് ചിത്രീകരിക്കുന്ന സിനിമയാണ്. പ്രിയപ്പെട്ടവരെ, സമൂഹത്തിന്റെ സംസ്കാരത്തെ തകർക്കുന്ന രീതിയിലുള്ള സിനിമകൾ വരുന്നു. ക്രൈസ്തവ സംസ്കാരം അധിക്ഷേപിക്കപ്പെടുന്നു. ആ സംസ്കാരം എന്ന് പറയുന്നത് ഇവിടുത്തെ നാനാജാതി മതസ്ഥരായ സഹോദരങ്ങളെ എടുത്തതാണ്. സാമൂഹ്യ നിരീക്ഷകനായ ഫക്രുദ്ദീൻ അലി കഴിഞ്ഞ ദിവസമാണ് ഈ ചാനൽ ചർച്ചയിൽ പറഞ്ഞത്, എത്ര മഹത്തായ സംസ്കാരത്തിന്റെ ഉടമകളാണ് ക്രൈസ്തവർ. അവരുടെ ഒരു ചെവിയിൽ അഴിച്ചാൽ മറ്റൊരു ചെവി കാണിച്ചു കൊടുക്കുന്ന ചരിത്രം. അതല്ലേ ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന സിനിമയിൽ നമ്മൾ കണ്ടത്. രക്തസാക്ഷിണിയായ വിശുദ്ധ റാണി മരിയായുടെ സഹോദരങ്ങൾ അമ്മ കൊലപാതകയുടെ കൈ ചുംബിക്കുന്ന ആ ചരിത്രം ഏത് മതത്തിനാണ് അവകാശപ്പെടാൻ പറ്റുന്നത്? അതുകൊണ്ടാണ് ഫക്രുദ്ദീൻ അലി അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, ത്യാഗത്തിന്റെ, സ്വയം സേവനത്തിന്റെ, മറ്റുള്ളവർക്ക് വേണ്ടി ഇല്ലാതാക്കുന്നതിന്റെ ചരിത്രം നമ്മുടെ ഇടയിലുണ്ടാകട്ടെ. ഈ